ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വീണ്ടെടുക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരേണ്ട കാലമാണിതെന്ന് കെ ജയശങ്കർ. വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അതിഥിയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫ്രീഡം ലൈറ്റ് മാർച്ചിന്റെ സമാപന പൊതുയോഗം കുണ്ടന്നൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജയശങ്കർ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ PS സുനീഷ്, NK കബീർ, MK ജോസ്, MC ഐജു, MM സലീം, ഷാജൻ കുണ്ടന്നൂർ, സഫീന അസീസ്, അജു നെല്ലിവായ്, CG ജോൺ, മാഗി അലോഷ്യസ്, റീന വർഗീസ്, സുധീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, സുന്ദരൻ ചിറ്റണ്ട തുടങ്ങിയവർ പ്രസംഗിച്ചു. മാങ്ങാട് സെന്ററിൽ തുടങ്ങിയ പരിപാടിയുടെ ഉദ്ഘാടനം KPCC മെമ്പർ CO ജേക്കബ് നിർവഹിച്ചു. കടന്നു വന്നപ്പോൾ അതിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തി. എന്താ വിദ്വേഷ പ്രസംഗം നടത്തിയത്? വയനാട് മണ്ഡലത്തിനകത്ത് ഭൂരിപക്ഷം മുസ്ലിം സമുദായങ്ങളാണ്, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുന്നത് എന്ന്. അതുപോലെ തന്നെ പുൽവാമ അവിടെ ഏറ്റുമുട്ടലിൽ വീരമൃത്യു മരിച്ച ധീര ജവാന്മാരുടെ പേരിൽ വോട്ട് ചോദിച്ച നരേന്ദ്രമോദിയുടെ നടപടി എതിരാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രിയപ്പെട്ട ഈ അശോക് നവാസയുടെ അഭിപ്രായത്തെ മാനിക്കാതെ മോദിക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ മാറി നിന്നപ്പോൾ പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഈ ആരോപണം ഉന്നയിച്ച നവാസക്കെതിരെ നടപടിയെടുത്തു. അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ, മകന്റെ, സഹോദരിയുടെ എല്ലാ സ്ഥാപനങ്ങളും ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് റെയ്ഡ് ചെയ്തു. അവസാനം എന്താ ഉണ്ടായത്? അന്ന് രാത്രി എന്നോണം അശോക് നവാസ എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജ്യം വിട്ടു പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതിനുശേഷം 2024 മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്ന് രാജിവെച്ചു. 2002 പ്രിയപ്പെട്ട ശ്രീ KR നാരായണൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സർവേയുടെ കോട്ടുദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറെ വിശ്വസിച്ചു പോകുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ജുഡീഷ്യറിയേക്കാൾ എക്സിക്യൂട്ടീവിനേക്കാൾ വലിയ പരമാധികാരമുള്ള, വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുന്നു. എന്നാൽ 2024 ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ ഇന്ത്യയുടെ ഒരു സർവേക്കകത്ത് പറയുന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞങ്ങൾ ഓർക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് 66 IAS ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് കത്തെഴുതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമല്ല.